കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കും. നിലവിളിക്കുന്ന ഒരു ഭക്തനെയും ദൈവം കൈവിടത്തില്ല. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ, നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം, നിലവിളി കേട്ട് രക്ഷിക്കുന്ന ദൈവം. എൻ്റെ കണ്ണുനീർ നീ കണ്ടിരിക്കുന്നുവെന്ന് ഭക്തൻ മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നു. കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. കണ്ടിട്ടും പോകത്തില്ല. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഉറക്കെ വിളിച്ചൊരു മനുഷ്യന് ഭൃത്യമായി. യേശുവിൻ്റെ കൂടെ ഒത്തിരി ആളുകൾ തിക്കിക്കൊണ്ടിരിക്കുന്നു. ആരവങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലും ഈ ശബ്ദം യേശു തിരിച്ചറിയുക. ഈ മനുഷ്യൻ വിളിച്ചപ്പോൾ കൂടെയുള്ള പലരും ഇവനെ ശാസിച്ച യേശുവിൻ്റെ കൂടെയുള്ള പലരും പറഞ്ഞു മിണ്ടാതിരിക്കാൻ. ഇവൻ അത്യുച്ചത്തിൽ വിളിക്കുക. വിളിച്ചത് യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആ വിളി കർത്താവിനെ പിടിച്ചു നിർത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ആളുകൾ എതിർത്താലും ശബ്ദമുണ്ടാക്കരുതെന്ന് പറഞ്ഞാലും ആവശ്യക്കാരൻ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവൻ്റെ കണ്ണ് തുറക്കണമെങ്കിൽ അവൻ വിളിച്ചേ മതിയാകുള്ളൂ. അവൻ യേശു വരുന്ന ശബ്ദമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ വിളിക്കുകയാണ്. യേശു അവിടെ നിന്നു അവനെ വിളിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. പ്രിയരെ, കരയുന്നവന് വേണ്ടി, നിലവിളിക്കുന്നവന് വേണ്ടി ഒരു കൽപ്പന പുറപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നോ? നിങ്ങൾക്ക് വേണ്ടി ഒരു കൽപ്പന ദൈവം പുറപ്പെടുവിക്കും. ഒരു കൽപ്പന ദൈവം പുറപ്പെടുവിക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. വർഷങ്ങളായി അടഞ്ഞത്, വർഷങ്ങളായി കാണാൻ പറ്റാത്തത്, തുറക്കാത്തത്, ഈ മനുഷ്യൻ വിളിച്ചപ്പോൾ യേശു അവിടെ നിന്നിട്ട് അവനോട് പറഞ്ഞു, ധൈര്യപ്പെടുക, പോകുക എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചതുപോലെ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ ദൈവം വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യും. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. ഇനി തുറക്കത്തില്ലെന്നാണ് എല്ലാവരും ചിന്തിച്ചത്. പക്ഷേ ദൈവം അങ്ങോട്ട് തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും സാധ്യമല്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകലിലും അവിടുത്തെ ആത്മാവ് വിളിച്ചു പറയുന്നു, ദൈവം തുറന്നാൽ, ദൈവം തുറന്നാൽ, ദൈവം തുറന്നാൽ ഒരു ശക്തിക്കും അതിനെ അടയ്ക്കുവാൻ സാധ്യമല്ലെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു. പക്ഷെ പ്രാർത്ഥിക്കണം, ദൈവത്തോട് വിളിച്ചു പറയണം, ദൈവമേ. അവിടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര ആളുകൾ തിക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒരു സ്ത്രീ വന്ന് തൊട്ടു. ജീവിതം തകർന്ന് തരിപ്പണമായി മരണത്തെ ഫേസ് ചെയ്ത വ്യക്തിത്വം, ഡോക്ടേഴ്സ് പരീക്ഷിക്കപ്പെട്ട, ഭയമകത്തു വന്ന് സമ്പാദ്യം നഷ്ടപ്പെട്ട, ഒരു ഡോക്ടേഴ്സിൻ്റെ സ്കാനിങ് മെഷീനോടെ രോഗം വെളിപ്പെടാതെ ജീവിതത്തെ പൈശാചിക മേഖലകൾ തകർത്തെറിഞ്ഞപ്പോൾ
അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് അവിടെയും ഒത്തിരി ആളുകൾ യേശുവിനെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടുവിലും യഥാർത്ഥമായി തൊട്ടവൾക്ക് വേണ്ടി യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിലും ശക്തി പുറപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി കേട്ട 1 കൊരിന്ത്യർ ലേഖനം 16:13 നമുക്കെല്ലാം അറിയാവുന്ന വാക്യാണ്. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. പൗലോസ് കൊരിന്ത്യരുള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ശക്തമായവരെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഉണർന്നിരിക്കണം. ഉണർന്നിരുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവർ ഉറങ്ങിയപ്പോൾ പിശാച് വന്ന് കള വിതച്ചു. നിന്റെ വിളകളുടെ ഇടയിൽ കൊയ്ത്ത് സ്മൂത്തായി നടക്കാതിരിക്കാൻ കള വിതച്ച് വളമെല്ലാം ഊറ്റിയെടുത്ത് പടർന്നു കയറുന്ന ദുഷ്ടശക്തികൾ അകത്ത് കയറാതിരിക്കണമെങ്കിൽ ഉണർന്നിരിക്കണം. ആത്മാവിൽ ഉണരണം, പ്രാർത്ഥനയിൽ ഉണരണം. 2, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കണം. പ്രതിസന്ധികളെ ജയിക്കാൻ, കരുത്തു പകരാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ തലമുറകളിൽ വരണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. 3, പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ കയറി വരാൻ ശ്രമിക്കും. അതിനെ കണ്ട് മനസ്സിലാക്കണമെങ്കിൽ, റൂട്ട് കാണണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. ഉണർന്നിരുന്നാൽ ശത്രുവിൻ്റെ ആക്രമണങ്ങളെ കാണാൻ പറ്റും. ജാഗ്രതയോടെ ഇരിക്കണം. 1, ഉണർന്നിരിക്കണം. എല്ലാം പറയാൻ സമയമില്ല. വിശ്വാസത്തിൽ നിലനിൽക്കണം. ശോധനകൾ വരുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ധൈര്യം ചോർത്താനുള്ള കാരണം വിശ്വാസത്തിനകത്ത് ശക്തി കുറയുക, ആരോഗ്യം നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് തീത്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരെ, സ്ട്രോങ് വിശ്വാസം. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. കൂരിരുൾ വന്നാലും സിംഹത്തിൻ്റെ കുഴി വന്നാലും, ഏത് പ്രതികൂലങ്ങൾ വന്നാലും കൂരിരുളിൻ്റെ താഴ്വരയിലും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് എന്ന് പ്രഖ്യാപിച്ച് സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ കഴിയേണ്ട, ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കാൻ കഴിയേണ്ടതിന് വിശ്വാസമെന്ന പരിചയെടുത്ത് വിശ്വാസത്തിൽ നിലനിൽക്കണം. ഓരോ സ്റ്റെപ്പും വിശ്വാസത്തിൽ വളരണം. ആ നിർവ്യാജ വിശ്വാസം നമ്മുടെ അകത്തും നമ്മുടെ തലമുറയുടെ അകത്തുണ്ട്. വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ച തീയുടെ ബലത്തെ കെടുത്തിയ, രാജ്യങ്ങളെ പിടിച്ചെടുത്ത, ആത്മശക്തി പ്രാപിച്ച വിശ്വാസം നമ്മുടെ അകത്ത് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ എതിരാണ്, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷേ വിശ്വാസത്തോടെ കുഴികൾ വെട്ടാൻ തയ്യാറാണെങ്കിൽ നീ ചിന്തിക്കാത്ത തലത്തിൽ അതിനെ നിറയ്ക്കുന്ന ഒരു ദൈവം നിലനിൽക്കണം. ഒരു ദിവസം സ്ട്രോങ് ആയി നിന്ന് അടുത്ത ദിവസം പിന്മാറി തളർന്ന് തരിപ്പണമാകുമ്പോഴാണ് പിശാച് എൻജോയ് ചെയ്ത് നിങ്ങളുടെ മേൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ വിളിച്ചു പറ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. പ്രൈസ് ടു ജീസസ്. വിശ്വാസത്തിൽ നിൽക്കണം, പുരുഷത്വം കാണിക്കണം, സ്ട്രോങ് ആയി നിൽക്കണം, തൻ്റെ ഇടത്തോടെ നിൽക്കണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്യണം. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ വന്നാൽ ഞാൻ ഇതിനെ ജയിക്കും, കാരണം കർത്താവ് യേശു മുഖാന്തരം ഞാൻ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന്
ശക്തമായൊരു പ്രഖ്യാപനം ചെയ്യാൻ ദൈവസഭ തയ്യാറാകട്ടെ, കുടുംബങ്ങൾ തയ്യാറാകട്ടെ. അഭിഷക്തന്മാർ പുരുഷത്വം കാണിക്കണം. സ്ട്രോങ് ആയി നിന്ന് വിഷയങ്ങളെ ഫേസ് ചെയ്യാൻ ഒരു ആത്മിക കരുത്ത് ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കണം. അടുത്തത്, ശക്തിപ്പെടുവിൻ. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടണം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് നമുക്ക് ശക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. സിയോനെ, ഉണരുക, ഉണരുക. നിന്റെ ബലം ധരിക്കണം. ഒരു ഉടുപ്പ് ധരിക്കുന്നത് പോലെ ബലം ധരിച്ച്, അരയ്ക്ക് ബലം ധരിച്ചുകൊണ്ട്, ബലം കൊണ്ട് അരമുറുക്കി മുൻപോട്ട് പോവാൻ തയ്യാറാകുമെങ്കിൽ നീ വീഴത്തില്ല, നീ തളരത്തില്ല. ക്ഷീണിച്ചിരിക്കുന്നവരോട് പറയുന്നു, ക്ഷീണിച്ചിരിക്കുന്നവനും ബലം നൽകുന്ന ദൈവം, ശക്തിയില്ലാത്തവനും ബലം നൽകുന്ന ദൈവം. ക്ഷീണിച്ചു പോയ ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിച്ച് ബലം നൽകി. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട്, സ്വർഗീയ ആഹാരം, വചനത്തിൻ്റെ വെളിപ്പാട്, ദൂത ദർശനങ്ങൾ പ്രാപിച്ച് ആത്മശക്തിയോടെ വീണ്ടും നടക്കുവാൻ, ഫുൾ സ്റ്റോപ്പ് ഇടുമെന്ന് പറഞ്ഞിടത്തുനിന്ന് വീണ്ടും കുതിക്കുവാനുള്ള ഒരു ബലം ഇന്ന് പകൽ ആ ശക്തി തൻ്റെ ജനം ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ. ഒന്ന് സ്തോത്രം ചെയ്തിട്ട് പറ, ഞങ്ങൾ ഈ തലത്തിലേക്ക് ഇന്ന് പകൽ വരാൻ പോയ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ കുലുങ്ങിപ്പോകില്ല. ഇങ്ങനെ ചെയ്യുന്നവൻ, ഉണർന്നിരിക്കുന്നവൻ, ശക്തിപ്പെടുന്നവൻ, ബലം പ്രാപിക്കുന്നവൻ, പ്രൈസ് ദ ലോർഡ്, വിശ്വാസത്തിൽ സ്ട്രോങ് ആകുന്നവനെ തോൽപ്പിക്കാൻ ഒരു ഭീരുക്കളാണ് പരാജയപ്പെടുന്നത്. നമ്മൾ പ്രാപിച്ചത് പ്രിയരെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ആയിരിക്കാൻ ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ. തികഞ്ഞു വരുന്ന ദൈവശക്തിക്കായി സ്തോത്രം. ആത്മാവിൽ ഉണരുവാൻ, ദൈവ സാന്നിധ്യത്തിന് കീഴിൽ മറയപ്പെടുവാൻ, ദൈവാത്മാവിൻ്റെ വലിയ ചലനം വരാൻ ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ജനത്തെ ഞങ്ങൾ ബ്ലോസ് ചെയ്യുന്നു. വലിയ ആത്മിക വിടുതൽ അവരുടെ മേൽ വരട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ അഴിയട്ടെ. ഒരു വലിയ മുറുക്കൾ അവരുടെ ശരീരത്തിൽ സംഭവിക്കട്ടെ. അവർ ആത്മാവിൽ ഉണരട്ടെ, വിശ്വാസത്തിൽ സ്ട്രോങ് ആകട്ടെ, ആത്മശക്തിയോടെ മുമ്പോട്ട് വരാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, നിയോഗത്തോടെ, അധികാരത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവം വലിയവൻ, ദൈവം വിശ്വസ്തൻ, ദൈവം ഉയർന്നിരിക്കുന്നവൻ. നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.